നമസ്കാരം, ഏവർക്കും പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ഏപ്രിൽ 22. ഇറാനെതിരായിട്ടുള്ള സീസ് ഫയർ അവസാനിക്കുവാൻ മണിക്കൂറുകൾ ബാക്കി നിൽക്കെ ഇന്നലെ ട്രംപിന്റെ ഭാഗത്ത് നിന്നും പുതിയ നിർദ്ദേശങ്ങൾ വന്നു. സർപ്രൈസ് ആയിട്ട് തന്നെ, അതായത് ടെഹ്റാൻ ഒരു നിർദ്ദേശം സമർപ്പിക്കുകയും ചർച്ചകൾ ഒരു നിഗമനത്തിലേക്ക് എത്തിച്ചേരുന്നതുവരെ ഇറാനുമായിട്ടുള്ള വെടിനിർത്തൽ നിലനിൽക്കുമെന്നുള്ള പ്രഖ്യാപനമാണ് ട്രംപ് നടത്തുകയും ചെയ്തത്. മാത്രമല്ല, അതുവരെ ഹോർമുസ് കടലിടുക്കിലെ യുഎസിന്റെ ബ്ലോക്കേഡ് തുടരുകയും ചെയ്യും. എന്നാൽ ഈ പ്രഖ്യാപനം വന്നതിനെ തുടർന്ന് ഇറാന്റെ ഭാഗത്ത് നിന്നും ട്രംപിന്റെ വെടിനിർത്തൽ നീട്ടിക്കൊണ്ടുള്ള പ്രഖ്യാപനം തങ്ങൾക്കെതിരായിട്ടുള്ള ഒരു അപ്രതീക്ഷ ആക്രമണത്തിനുള്ള സമയം വാങ്ങാനുള്ള തന്ത്രമാണെന്ന് ഇറാൻ പാർലമെന്ററി സ്പീക്കറുടെ ഉപദേഷ്ടാവും ഉന്നത ചർച്ചാ വിദഗ്ധനുമായ മുഹമ്മദ് ബക്കർ ഗാലിബാഫ് പ്രസ്താവിക്കുകയും ചെയ്തു. ചർച്ചകൾ അനിശ്ചിതത്വത്തിലായതിനാൽ തന്നെ ഹോർമോസിലെ യുഎസിന്റെ ഉപരോധം തുടരുന്നത് യുദ്ധപ്രവൃത്തി എന്ന് വിശേഷിപ്പിക്കുകയാണ് ഇറാന്റെ ഫോറിൻ മിനിസ്റ്ററായ അരഗാച്ചി വിശേഷിപ്പിക്കുകയും ചെയ്തത്. മാത്രമല്ല, ഇന്നലെ യുഎസിൽ നിന്നും ഇറാൻ ചർച്ചകൾക്കായിട്ട് പാകിസ്ഥാനിലേക്ക് യാത്ര തിരിക്കേണ്ടിയിരുന്ന വൈസ് പ്രസിഡന്റ് JD വാൻസും സംഘവും യുഎസിൽ നിന്നും പുറപ്പെടാതിരുന്നതിനെ തുടർന്ന് ഇന്നലെ യുഎസ് മാർക്കറ്റില് ഇടിവും നേരിടേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ വെസ്റ്റ് ഏഷ്യയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളുടെ അനിശ്ചിതത്വം തുടരുന്നതിനാൽ തന്നെ അത് വീണ്ടും ക്രൂഡ് ഓയിലിന്റെയും ബ്രന്റ് ക്രൂഡിന്റെ വില ഉയരുവാനായിട്ടും കാരണമാക്കി. ഇത്രയും നാളും സീസ് ഫയറുമായി ബന്ധപ്പെട്ട് ഒരു ഡെഡ് ലൈൻ ഉണ്ടായിരുന്നു. ഇനി അങ്ങനെ ഒരു പ്രത്യേക ഡേറ്റ് ഒന്നും യുഎസ് പ്രസിഡന്റ് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടില്ല. മാത്രമല്ല, ഇരു കൂട്ടരുടെയും ഭാഗത്ത് നിന്നുമുള്ള ചർച്ചകൾ പുനരാരംഭിക്കുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു ഏകദേശം 10 ദിവസത്തോളം ഗ്ലോബൽ മാർക്കറ്റ് മുന്നോട്ട് കുതിച്ചതും. അതുകൊണ്ട് തന്നെ പുതിയ ഡെവലപ്മെന്റ്സുകളുടെ ഇമ്പാക്ട് ഒരുപക്ഷെ ഇന്ന് മാർക്കറ്റിനെ കാര്യമായി സ്വാധീനിക്കുകയും ചെയ്തേക്കാം. യുഎസിൽ നിന്നും കഴിഞ്ഞ ദിവസം ആരംഭിച്ച ടാരിഫ് റീഫണ്ടുകളുമായി ബന്ധപ്പെട്ട് ടാരിഫ് റീഫണ്ടുകൾ ക്ലെയിം ചെയ്യുന്നതിൽ നിന്നും ട്രംപ് കമ്പനികളെ നിരുത്സാഹപ്പെടുത്തുന്നുണ്ട്. ഇനി മാർക്കറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ SBI ലൈഫ് ഇൻഷുറൻസ് കമ്പനി, ടെക് മഹേന്ദ്ര, ട്രെൻഡ്, ഭാരത് കോക്കിംഗ് കോൾ, ഡെൽറ്റ കോർപ്പ്, ഹാവൽസ് ഇന്ത്യ, L&T ടെക്നോളജീസ് സർവീസസ്, മഹാരാഷ്ട്ര സ്കൂട്ടേഴ്സ്, ഒറാക്കിൾ ഫിനാൻഷ്യൽ സർവീസസ് സോഫ്റ്റ്വെയർ, സംഘം ഇന്ത്യ, ടാറ്റ കമ്മ്യൂണിക്കേഷൻസ് തുടങ്ങിയ സ്റ്റോക്കുകൾ ഇന്ന് അവയുടെ കോട്ട് ഓഫ് ഏർണിംഗ്സുകൾ പ്രസിദ്ധീകരിക്കും. ഇനി ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിലേക്ക് സ്പെസിഫിക് ആയിട്ട് വന്നു കഴിയുമ്പോൾ അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയൊക്കെ അഭിപ്രായങ്ങൾ പ്രകാരം നിഫ്റ്റിക്ക് ഇനി മുന്നോട്ട് ഒരു അതിശക്തമായ നേട്ടം കൈവരിക്കുവാൻ സാധിക്കണമെങ്കിൽ അതിന്റെ 200-ഡേ EMA ലെവലായ 24,800 എന്ന ലെവൽ അപ്പർ സൈഡിലേക്ക് അതിശക്തമായി മറികടന്നുകൊണ്ട് ഈ ലെവലിന് മുകളിലായിട്ട് നിലനിൽക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ അതേസമയം 24,400 എന്ന ലെവൽ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഇമ്മീഡിയറ്റ് സപ്പോർട്ട് ആണെങ്കിലും തുടർന്ന് ഈ ലെവൽ ഡൗൺ സൈഡിലേക്ക് നിഫ്റ്റിക്ക് ബ്രേക്ക് ചെയ്യേണ്ടതായിട്ട് വന്നു കഴിഞ്ഞാൽ തുടർന്ന് 24,200 പിന്നീട് സൈക്കോളജിക്കലും ക്രൂഷ്യൽ ലെവലുമായ 24,000 എന്ന ലെവലിലേക്കുള്ള നിഫ്റ്റിയുടെ പ്രയാണവും തള്ളിക്കളയാനാവുകയുമില്ല. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ട്രേഡ് റെക്കമെൻഡേഷൻ അല്ല, അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെ അഭിപ്രായങ്ങൾ മാത്രമാണ്. എഡ്യൂക്കേഷൻ പേർപ്പസിനു വേണ്ടിയിട്ടാണ് ഈ ലെവലുകൾ വിശദീകരിക്കുകയും ചെയ്തത്. ഇന്നലെയും ശക്തമായ നേട്ടം കൈവരിക്കുവാൻ സാധിച്ചതിന്റെ ഫലമായിട്ട് തുടർച്ചയായി 3 ട്രേഡിംഗ് സെഷനുകളിൽ ഇന്ത്യൻ മാർക്കറ്റിന് നേട്ടത്തോടുകൂടെ തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനായെങ്കിലും ഇന്നലെയും തുടർച്ചയായി രണ്ടാമത്തെ ട്രേഡിംഗ് സെഷനിലും വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റില് സെല്ലിംഗ് തുടരുകയാണ് ഉണ്ടായത്. 1918.99 കോടി രൂപയ്ക്ക്. അതേസമയം ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 2221.27 കോടി രൂപയ്ക്ക് ബൈയിങ്ങും തുടർന്നു. ഇന്ന് ഇന്ത്യയിൽ നിന്നും വൈകുന്നേരം 5 മണിയോടുകൂടി മോണിറ്ററി പോളിസി മീറ്റിംഗ് മിനിറ്റ്സിന്റെ റിലീസ് നടക്കാനുണ്ട്. ഇന്നലെ UK-യിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഫെബ്രുവരി മാസത്തെ അൺഎംപ്ലോയ്മെന്റ് ഡാറ്റയിൽ ഡിസംബർ ജനുവരി മാസങ്ങളിലെ 5.2% നിന്നും ഫെബ്രുവരി ആയപ്പോൾ UK-യിലെ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് 4.9% ഇടിവ് രേഖപ്പെടുത്തുകയും ചെയ്തു. ഇന്നലെ US-ൽ നിന്നും റിലീസ് ചെയ്യപ്പെട്ട മാർച്ച് മാസത്തെ റീറ്റെയിൽ സെയിൽസ് ഡാറ്റയില് മന്ത് ഓൺ മന്ത് ബേസിസില് 1.4% എന്ന മാർക്കറ്റ് എക്സ്പെക്ടേഷനെ ബീറ്റ് ചെയ്തുകൊണ്ട് 1.7% ഉയർച്ചയാണ് രേഖപ്പെടുത്തുകയും ചെയ്തത്. ഇന്നത്തെ പ്രധാനപ്പെട്ട ഗ്ലോബൽ ഇവന്റുകളിൽ രാവിലെ 5:20 ജപ്പാനിൽ നിന്നും മാർച്ച് മാസത്തെ ബാലൻസ് ഓഫ് ട്രേഡ് ഡാറ്റയുടെ റിലീസ് നടക്കാനിരിക്കുന്നു. തുടർന്ന് രാവിലെ 11:30 UK-യിൽ നിന്നും മാർച്ച് മാസത്തെ ഇൻഫ്ലേഷൻ റേറ്റിന്റെ ഇയർ ഓൺ ഇയർ ബേസിസിലുള്ള ഡാറ്റയുടെ റിലീസും നടക്കാനുണ്ട്. ലീഡിംഗ് ആയ ADR സ്റ്റോക്സിൽ ആക്സിസ് ബാങ്ക് ADR-ന് 0.83% നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാനായപ്പോൾ ഡോക്ടർ റെഡ്ഡീസിന് 2.5%-അടുത്തും, HDFC ബാങ്ക് ADR-ന് 0.5%-യും, ICICI ബാങ്ക് ADR-ന് 0.25%-ലേറെയും, ഇൻഫോസിസിന് 1%
1% വിപ്രോ ADRന് 0.5% നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. മുൻപ് നമ്മൾ കണ്ട പോലെ തന്നെ JD വാൻസിന്റെ നേതൃത്വത്തിലുള്ള സംഘം US ഇറാൻ ചർച്ചകൾ പുനരാരംഭിക്കുവാൻ വേണ്ടി പാകിസ്ഥാനിലേക്ക് യാത്ര തിരിക്കുന്നത് നിർത്തിവെച്ചതിനെ തുടർന്ന് ഇന്നലെ US മാർക്കറ്റുകൾക്ക് തുടർച്ചയായി രണ്ടാമത്തെ ട്രേഡിംഗ് സെഷനിലും നഷ്ടം തുടരേണ്ടതായിട്ട് വന്നു. തൽഫലമായി S&P 500നും നാസ്ഡാക്കിനും 0.5% നഷ്ടവും നേരിടേണ്ടതായിട്ട് വരികയും ചെയ്തു. യൂറോപ്യൻ മാർക്കറ്റ്സിൽ UK ഫ്രാൻസ് മാർക്കറ്റുകൾക്ക് 1%, ജർമ്മൻ മാർക്കറ്റിന് 0.5% നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. ഇന്ന് വെളുപ്പിനെ വ്യാപാരം അവസാനിപ്പിച്ച ഗിഫ്റ്റ് നിഫ്റ്റിയിലും 206 പോയിന്റുകളുടെ നഷ്ടമാണ് പ്രതിഫലിക്കുന്നത്, അഥവാ 0.85%. അതിനാൽ തന്നെ ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് എക്സ്പെക്ട് ചെയ്യുവാനായിട്ടും സാധിക്കുക. ഒരുപക്ഷെ മാർക്കറ്റ് ഓപ്പൺ ആയി വരുമ്പോഴേക്കും ലെവലുകൾ മാറി മറിയാനുള്ള സാധ്യതകളുമുണ്ട്. അതേസമയം ഏഷ്യൻ മാർക്കറ്റ്സിൽ ജപ്പാൻ, കൊറിയൻ മാർക്കറ്റുകൾ നേരിയ നേട്ടത്തിലാണ് വ്യാപാരം ആരംഭിച്ചിട്ടുള്ളതും. കൊമോഡിറ്റിയിൽ ബ്രെന്റ് ക്രൂഡിന്റെ വില ഇന്നലെ നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം 3%, ക്രൂഡ് ഓയിലിന്റെ വിലയിൽ 2% ഉയർച്ചയാണ് അനുഭവപ്പെടുന്നതും. ബ്രെന്റ് ക്രൂഡിന്റെ വില $98.37 പെർ ബാരൽ എന്ന നിലയിലായിട്ട് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ക്രൂഡ് ഓയിലിന്റെ വില $89.52 പെർ ബാരൽ എന്ന നിലയിലായിട്ടാണ് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നതും. ഗോൾഡിന്റെ വില $4741.90 പെർ ഔൺസ് എന്ന നിലയിലായിട്ടാണ് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നതും. ഇനി നമുക്ക് സ്പെസിഫിക് ആയിട്ട് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ടെക്നിക്കൽസുകൾ പരിശോധിക്കാം. ഇന്നു മുതൽ നമ്മൾ നിഫ്റ്റിയുടെ ഈ മാസത്തെ അവസാന ആഴ്ചയിലേക്ക് അഥവാ മന്ത്ലി എക്സ്പയറിലേക്ക് എൻ്റർ ആകുകയാണ്. നിഫ്റ്റിയുടെ PCR 1.17 എന്ന നിലയിലും മാക്സ് പെയിൻ 24,400 എന്ന ലെവലിലുമായിട്ടാണ് നിലകൊള്ളുന്നത്. ഇന്നലെ കൈവരിക്കുവാൻ സാധിച്ച നേട്ടത്തെ തുടർന്ന് നിഫ്റ്റിക്ക് അതിന്റെ 50-day EMAയ്ക്ക് മുകളിലായിട്ട് വീണ്ടും വ്യാപാരം അവസാനിപ്പിച്ച് തുടരുവാനുമായി തൽഫലമായി നിലവിൽ ഷോർട്ട് മിഡ് ഡേ മൂവിംഗ് ആവറേജുകളുടെ മുകളിലായിട്ടാണ് നിഫ്റ്റി നിലകൊള്ളുന്നതും. കൂടാതെ ഒത്തിരിയേറെ കാലങ്ങൾക്ക് ശേഷം നിഫ്റ്റിയുടെ RSI 60 എന്ന ലെവലിന് തൊട്ടടുത്തായിട്ട്, അതായത് 59.66 എന്ന ലെവലിലായിട്ട് എത്തിച്ചേരുകയും ഉണ്ടായി. മന്ത്ലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 25,000 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിൽ ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാനായിട്ട് സാധിക്കുക. അതേ സ്ട്രൈക്കിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗും നിലവിൽ കാണുന്നത്. 24,000 എന്ന സ്ട്രൈക്കിലാണ് അതേസമയം പുട്ട് സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 24,500 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗ് നിലവിൽ കാണുക. ബാങ്ക് നിഫ്റ്റിയുടെ PCR 1.12 എന്ന നിലയിലും മാക്സ് പെയിൻ 56,400 എന്ന ലെവലിലുമായിട്ട് നിലകൊള്ളുന്നു. ഇന്നലെ തുടരുവാനായ നേട്ടത്തിന്റെ ഫലമായിട്ട് ബാങ്ക് നിഫ്റ്റിക്ക് വെസ്റ്റ് ഏഷ്യൻ പ്രശ്നങ്ങൾ തുടങ്ങിയതിനു ശേഷം ഇതാദ്യമായി 100-day 200-day EMA ഉൾപ്പെടെ എല്ലാ കീ മൂവിംഗ് ആവറേജുകളുടെ മുകളിലായിട്ടും വ്യാപാരം അവസാനിപ്പിച്ച് നിലകൊള്ളുവാനുമായി, മാത്രമല്ല നിഫ്റ്റിയുടേതുപോലെ തന്നെ RSIയും 60 എന്ന ലെവലിന് തൊട്ടടുത്തേക്കായിട്ട് എത്തിച്ചേരുകയും ഉണ്ടായി. മന്ത്ലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 57,000 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 57,300 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗ് നിലവിൽ കാണുക. 57,000 എന്ന സ്ട്രൈക്കിൽ തന്നെയാണ് പുട്ട് സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാനായിട്ടും സാധിക്കുക. അതേ സ്ട്രൈക്കിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗും നിലവിൽ കാണുന്നതും. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. HCL ടെക്നോളജീസ് പറയാൻ പോകുന്ന റിസൾട്ടുകളൊക്കെ ക്വാർട്ടർ 4 കൺസോളിഡേറ്റഡ് ഇയർ ഓൺ ഇയർ ബേസിസിലാണ്. കമ്പനിയുടെ പ്രോഫിറ്റിൽ 4.2% വളർച്ച രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂവിലും 12.3% ഉയർച്ചയും രേഖപ്പെടുത്തി. ഡോളർ റവന്യൂവിൽ 5.3% വർധനവും രേഖപ്പെടുത്തുകയും ചെയ്തു. ഇതിനു പുറമെ ബോർഡ് 24 രൂപ പെർ ഷെയർ എന്ന നിലയിൽ ഡിവിഡൻഡും പ്രഖ്യാപിച്ചു. ടാറ്റ LXI പ്രോഫിറ്റിൽ 27.8%, റവന്യൂവിൽ 9.4% വർധനവ് രേഖപ്പെടുത്തുകയും ചെയ്തു. കൂടാതെ ബോർഡ് 75 രൂപ പെർ ഷെയർ എന്ന നിലയിൽ ഡിവിഡൻഡും പ്രഖ്യാപിച്ചു. സയന്റ് DLM പ്രോഫിറ്റിൽ 27.7% ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂവിലും 13.3% ഇടിവും രേഖപ്പെടുത്തി. 361 വാം പ്രോഫിറ്റിൽ 16.8% ഉയർച്ചയും റവന്യൂവിൽ 28.1% വളർച്ചയും രേഖപ്പെടുത്തി. കൂടാതെ ബോർഡ് 6 രൂപ പെർ ഷെയർ എന്ന നിലയിൽ ഇൻട്രീം ഡിവിഡൻഡും പ്രഖ്യാപിച്ചു.
പെർസിസ്റ്റന്റ് സിസ്റ്റംസ് പ്രോഫിറ്റില് 33.7%, റവന്യൂവില് 25.1% വളർച്ചയും രേഖപ്പെടുത്തി. മാത്രമല്ല 18 രൂപ പെർ ഷെയർ എന്ന നിലയിൽ ഡിവിഡൻഡും ബോർഡ് പ്രഖ്യാപിച്ചു. സൺടെക് റിയാലിറ്റി പ്രോഫിറ്റില് 24.7%, റവന്യൂവില് 64% വളർച്ച രേഖപ്പെടുത്തി. രാജ്രത്തൻ ഗ്ലോബൽ വയർ പ്രോഫിറ്റില് 1.5%, റവന്യൂവില് 25% വർധനവ് രേഖപ്പെടുത്തി. HDFC ലൈഫ് ഇൻഷുറൻസ് കമ്പനി 2026 സെപ്റ്റംബർ 12 മുതൽ പ്രാബല്യത്തിൽ വരുന്ന തരത്തിൽ 5 വർഷത്തേക്ക് കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുമായിട്ട് വിഭ പൽദേക്കറെ പുനർനിയമിക്കുവാൻ ബോർഡ് അംഗീകാരം നൽകി. PNC ഇൻഫ്രാടെക് 3453 കോടി രൂപയുടെ 2 ഹൈബ്രിഡ് ദേശീയപാത പദ്ധതികൾക്കായി കമ്പനിയെ ലോവസ്റ്റ് ബിഡറായിട്ട് തിരഞ്ഞെടുത്തു. BEML ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയത്തിൽ നിന്നും 590 കോടി രൂപയുടെ ഓർഡർ കമ്പനിക്ക് ലഭിച്ചു. ഏവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. വൈകുന്നേരം പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.